ഇനി നമ്മൾ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ സൈക്കോളജിയെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്നവർക്കും അതുപോലെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഈ ഒരു സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിൻ്റെ പ്രൊപ്പണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഒരു ആസ്ട്രിയൻ ഫിസീഷ്യനായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡാണ് ഈ ഒരു സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ പിതാവെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റിൽ നമ്മുടെ പേഴ്സണാലിറ്റി ആണെങ്കിലും നമ്മുടെ മോട്ടിവേഷൻ ആണെങ്കിലും നമുക്കുള്ള വിവിധ രീതിയിലുള്ള മാനസിക രോഗങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഡിറ്റർമൈനിങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതായത് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിൻ്റെ ആ ഒരു നേച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്, ഒരാളുടെ മോട്ടിവേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൾക്ക് എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡേഴ്സ് വരുവാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഫ്രോയിഡ് ഒരു ഓസ്ട്രിയൻ ഫിസീഷ്യനായിരുന്നു. പിന്നീട് ഈ ഒരു സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന പലവിധ അസുഖങ്ങളുള്ള ആൾക്കാരിൽ ഒത്തിരിയധികം റിസർച്ചും കാര്യങ്ങളും എല്ലാം നടത്തിയതിന് ശേഷമാണ് ആൾ ഇങ്ങനെയൊരു തിയററ്റിക്കൽ ഓറിയൻറ്റേഷനിലേക്ക് വന്നത്. അവരുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസാണ് അവരുടെ ഡിസോർഡേഴ്സിൻ്റെ പിന്നിലുള്ള കാരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിസർച്ചിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തിയററ്റിക്കൽ ഓറിയൻറ്റേഷനിലേക്ക് ഫ്രോയിഡ് വന്നത്. അപ്പോൾ ഫ്രോയിഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർക്കാനായിട്ട് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, അസുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ സോഷ്യലി ജസ്റ്റിഫയബിൾ അല്ലാത്ത രീതിയിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഡിസയേഴ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് കളയുകയാണ്. ജസ്റ്റ് ഒരു വേസ്റ്റ് ബോക്സ് പോലെ നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത മെറ്റീരിയൽസ് നമ്മൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പുഷ് ചെയ്ത് കളയുന്നു. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അത് പതുക്കെ ഇതുപോലെയുള്ള ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ മോട്ടിവേഷനിലും എല്ലാം പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാനും കാരണമാവുന്നു എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഫ്രോയിഡ് പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിന് എപ്പോഴാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും സ്റ്റേറ്റിലുള്ള ട്രോമ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പിന്നീട് ഒരാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തൊരു സൈക്കോതെറപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ സൈക്കോ അനാലിസിസ് കൊണ്ട് ഫ്രോയിഡ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിനെ എക്സ്പ്ലോർ ചെയ്ത് ജസ്റ്റ് അതിനെ സ്പോട്ട് ചെയ്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിലുള്ള ബിഹേവിയേഴ്സിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന സൈക്കോതെറപ്പി ഡെവലപ്പ് ചെയ്തത്. ഒരുപക്ഷെ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യപ്പെട്ട സൈക്കോതെറപ്പികളിൽ ഒന്നാണ് ഈ ഒരു സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമതൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രോയിഡ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നതാണ് ആ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, അത് ഫ്രോയിഡാണ് അത് എഴുതിയത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക.